ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടാക്കിയോണ്ട് പ്രസന്റേഷൻ വെച്ചേക്കും. സോറി സാറ് ദേഷ്യത്തിലാണോ രാവിലെ തന്നെ? പിന്നല്ലാതെ ആ ഹൈദരാബാദിന്റെ MD വിളിച്ചിരുന്നു. പുള്ളിക്കാരൻ മറ്റന്നാ നമ്മൾ അവിടെ ചെന്ന പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യണമെന്ന്. അല്ല ഇപ്പൊ എന്നിട്ട് സാറെന്താ പറഞ്ഞു? ഞാനെന്താ പറയാൻ, ശ്രീനി സാറിനെ വിളിച്ചു പറഞ്ഞു ഒന്ന് ഡേറ്റ് മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അല്ല എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, ഈ ഹൈദരാബാദ് ആർക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും കുഞ്ഞിടയിൽ മനുഷ്യൻ. സാറിന് ക്രിസ്മസ് ആയിട്ട് എന്തോ നല്ല പ്ലാനൊക്കെ ഉണ്ടായിരുന്നല്ലേ? അല്ല വേറെ വലിയ പ്ലാനൊന്നും അല്ല, എന്തായാലും 2 ദിവസം ഓഫ് ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി എറണാകുളത്ത് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ സാർ ഇന്നിവിടെ ആരും വർക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഇവിടെ എല്ലാവർക്കും ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ടോട്ടലി. അതിപ്പോൾ ക്രിസ്മസ് അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ, ആരും മറിക്കാറൊന്നുമില്ല. അല്ല തനിക്ക് സെലിബ്രേഷൻ ഒന്നുമില്ലേ? അല്ല സാർ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല. പിന്നെ എൻ്റെ എല്ലാവരും ചെന്നൈയിലാണ്, പിന്നെ വീട്ടുകാര് ചേർന്നൊരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ. വീടിനകത്തിരുന്ന് എന്ത് സെലിബ്രേഷൻ ആണ്, അതിന് പുറത്തോട്ട് ഇറങ്ങണ്ടേ? അവിടെ അല്ലേ ഈ സെലിബ്രേഷൻ ഒരു വൈബൊക്കെ ഉള്ളത്. എന്തായാലും ഇവിടെ ഉള്ള ടീം ഫുള്ളി പാക്കഡ് ആണ് ഇത്തവണ ക്രിസ്മസിന്. അവരാരും ഇനി ഇവിടെ വരുമെന്ന് ഡൗട്ട്. അല്ല വേറൊന്നും കൊണ്ടല്ല സാർ, ജിൻസി ഫ്രണ്ട്സ് ഒക്കെ ട്രിവാൻഡ്രത്ത് ഫുൾ ഹാങ് ഔട്ട് ആണ് ക്രിസ്മസിന്. പിന്നെ അതുപോലെ ഞാൻ കേട്ടത് ആഷിക്കിന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരൊക്കെ നൈറ്റ് ഔട്ടും പരിപാടികളൊക്കെയാ. പിന്നെ ടോം എന്തോ ബാംഗ്ലൂർ പോയിട്ട് എത്ര ദിവസം പോകുന്നുണ്ടെന്നൊന്നും അറിയില്ല. അവരെന്തോ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂര്? അല്ല സാർ ഞാൻ അങ്ങനെ കേട്ടത് കേട്ടോ, എനിക്ക് അത്ര കൺഫേം അല്ല. ഒരു ക്രിസ്മസ് ആയിട്ടേ. ജെസ്സി എല്ലാം പറഞ്ഞായിരുന്നു? ജെസ്സി ഒന്നും പറഞ്ഞില്ല സാർ. ഞാനേ ഒരു മെയില് മോർണിംഗ് ഫോർവേഡ് ചെയ്തിരുന്നു, സാർ ചെക്ക് ചെയ്തായിരുന്നു? ഞാൻ ചെക്ക് ചെയ്തേക്കാം, അത് പറയണേ. ഓക്കെ താങ്ക് യു. ടോം ബാംഗ്ലൂരിൽ പോകുന്നു, അപ്പോൾ എന്തായാലും ജെസ്സി കൂടെ പോകണമല്ലോ. രണ്ടും കൂടെ ബാംഗ്ലൂർ പോയി അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണല്ലേ? ശരിയാക്കി തരാം. ക്ലയന്റിന് ചേഞ്ച് വേണമെന്ന് പറഞ്ഞു, ചേഞ്ച് ചെയ്യാം. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഹൈദരാബാദ് പ്രോജക്റ്റില്ലേ, അതിന്റെ പ്രസന്റേഷൻ ഡേറ്റ് ആയിട്ടുണ്ട്, മറ്റന്നാൾ. മറ്റന്നാളോ? അല്ല സാർ അപ്പൊ നമ്മുടെ ക്രിസ്മസ് എന്ത് ചെയ്യാനാ ജെസ്സി, ഞാൻ മാക്സിമം അവിടുത്തെ റിക്വസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഹൈദരാബാദ് MD ഒട്ടും അടുക്കുന്നില്ല. അവര് അപ്പം ബാംഗ്ലൂർ പോക്കാ? അല്ല ഹൈദരാബാദ് പോകണമെന്ന് ചോദിച്ചു. സാർ ബാംഗ്ലൂർ നല്ല അല്ല 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 സാർ, സാറ് കേട്ടത് തെറ്റായിരിക്കും. ഞാൻ കേട്ടതിൻ്റെ കുഴപ്പം. അതിപ്പോൾ നമുക്ക് എന്തായാലും നാളെ വൈകിട്ട് പോകേണ്ടി വരും. ടോം ഓക്കെ അല്ലേ? ഓക്കെയാണ് ബോസേ, ഒരാഴ്ച പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റൂല. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. നമ്മുടെ ക്ലയൻ്റ് അല്ലേ, നമ്മളനുസരിച്ചല്ലേ പറ്റുമോ അവർ പറയുന്നത്. എന്തൊക്കെയായാലും നമുക്ക് നമ്മുടെ പ്രൊഫഷനല്ലേ വരുത്, അല്ലേ ജെസ്സി? അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ പോകണം. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ഫൈനലൈസ് ചെയ്യാനുണ്ട്. ഡിസ്കഷന് വേണ്ടിയിട്ട് ടോം ഒന്ന് വരണം ക്യാബിനിലേക്ക്. ഓക്കെ അല്ലേ?